നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. എന്താണ് വെർച്വൽ ഓട്ടിസം? ഇതിനെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. മണിക്കൂറുകളോളം ഫോൺ നോക്കിയിരിക്കുമ്പോൾ കുട്ടികളോട് ഇനി ഫോൺ യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഫോൺ തിരികെ മേടിക്കുമ്പോൾ ദേഷ്യം പിടിക്കുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ അവരെ പേരെടുത്ത് വിളിച്ചാൽ പോലും ഫോണിൽ നിന്നും തല ഉയർത്തി നോക്കാതെ ഏത് സമയവും ഫോണിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരവസ്ഥ. ഇതാണ് വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അമിതമായ സ്ക്രീൻ സമയം കാരണം 6 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിക്കുന്ന ഒരു പെരുമാറ്റ വൈകല്യമാണ് വെർച്വൽ ഓട്ടിസം. മണിക്കൂറുകളോളം മൊബൈലോ ടിവിയോ ഗെയിമോ ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികളായിരിക്കും ഇവർ. ഒരു ദിവസം കുട്ടികൾ കണ്ടു തീർക്കുന്ന കാർട്ടൂൺസും റീൽസും ഒക്കെ എത്ര വരുമെന്നോ അത് ഏതൊക്കെയാണെന്നോ അവരുടെ പേരൻസിന് പോലും ചിലപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വരില്ല. സെക്കൻഡുകൾക്കിടെ റീൽസ് പോലെ മാറി മാറി വരുന്ന അവരുടെ ഭാവവ്യത്യാസങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പേരൻസ്. മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കൽ, സംസാരക്കുറവ്, ഒറ്റപ്പെട്ടിരിക്കൽ, മറ്റു കുട്ടികളുമായി കൂട്ടുകൂടാതിരിക്കുക എന്നീ പ്രവണതകളൊക്കെ വെർച്വൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വെർച്വൽ ഓട്ടിസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ നോർമലായിട്ട് മറ്റുള്ളവരോട് പെരുമാറുകയും കുട്ടികൾക്കൊപ്പം കളിക്കുകയും ചെയ്തിരുന്ന ഒരു കുട്ടി സ്ക്രീനിലേക്ക് കൂടുതൽ ഒതുങ്ങുകയും അധികം ആരോടും സംസാരിക്കാതെ പുറത്തു പോകാൻ താല്പര്യം കാണിക്കാതെ ഉൾവലിഞ്ഞ് അവനവനിലേക്ക് ചുരുങ്ങുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയാണ്. വെർച്വൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണമാണ് ഇത്. എപ്പോഴും ഫോൺ ചോദിച്ചുകൊണ്ടിരിക്കുക, പേര് വിളിച്ചാൽ പോലും ശ്രദ്ധിക്കാതിരിക്കുക, മൊബൈൽ വാങ്ങുകയോ ടി.വി. ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അക്രമാസക്തരാവുകയോ ചെയ്യുക, ആത്മഹത്യാ പ്രവണത, ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ സംസാരിക്കാൻ വൈകുക, അമിതമായിട്ട് വികൃതി കാണിക്കുക, ഉറക്കക്കുറവ്, ആങ്സൈറ്റി ഒക്കെ വെർച്വൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാം. കാർട്ടൂണും സ്ക്രീൻ കാഴ്ചകളും മാത്രമായി കുട്ടിയുടെ ലോകം മാറുകയും അതിലെ കഥാപാത്രങ്ങളെ അനുകരിക്കുക, അവരെ പോലെ സംസാരിക്കുക എന്നതൊക്കെ വെർച്വൽ ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളായി കാണാറുണ്ട്. മാത്രമല്ല, വെർച്വൽ ഓട്ടിസമുള്ള കുട്ടികൾ ഐ കോണ്ടാക്റ്റ് തരില്ല, കണ്ണിൽ നോക്കി സംസാരിക്കുകയോ മറ്റുള്ളവരോട് ഇടപെടുകയോ ചെയ്യില്ല. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫോൺ യാതൊരു കാരണവശാലും കൊടുക്കരുത് എന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട്. കാഴ്ചകളെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു പ്രായമാണ് 3 വയസ്സിന് താഴെയുള്ളത്. അതായത് വിഷ്വൽ മെമ്മറി രൂപപ്പെടുന്ന ഒരു ടൈമാണ് അത്. സ്ക്രീനുകളുടെ അതിപ്രസരവും കാർട്ടൂണുകളുടെയും ഗെയിമുകളുടെയും ഒക്കെ ചടുലതയും കുട്ടികളുടെ തലച്ചോറിൻ്റെ വികാസത്തെ കൂടുതലായിട്ട് ബാധിക്കാം. തീവ്രമായ സ്ക്രീൻ എക്സ്പോഷർ കുട്ടികളുടെ ബുദ്ധിവികാസത്തെയും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്ന് ഒരുപാട് പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. കുട്ടികൾ വീഡിയോ ഗെയിമും കാർട്ടൂണും ഒക്കെ കാണുമ്പോൾ തലച്ചോറിൽ ഡോപ്പാമിൻ്റെ അളവ് കൂടുകയും അതുവഴി കുട്ടികൾക്ക് സന്തോഷം തോന്നുകയും ചെയ്യും. ഇങ്ങനെ കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും സ്ക്രീനിലേക്ക് ചുരുങ്ങുന്നത്. അതുവഴി ബിഹേവിയറൽ അഡിക്ഷൻസിന് കാരണമാവുകയും ചെയ്യും. എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ 1 മണിക്കൂറെങ്കിലും ചെയ്താൽ ഡോപ്പാമിൻ്റെ അളവ് സാധാരണയായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാവുന്നതാണ്. പല പേരൻസും അവരുടെ ഓഫീസിലെ ബാക്കി വർക്കുകൾ ചെയ്തു തീർക്കാനോ അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്തു തീർക്കാനോ കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കും. ഇത് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ജോലി, വീട്, കുട്ടികൾ എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുക പേരൻസിന് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ നൽകാതിരിക്കുന്നതാണ് നല്ലത്. 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ ടൈം 1 മണിക്കൂറായിട്ട് പരിമിതപ്പെടുത്തണം. അവരെ എൻഗേജ് ചെയ്യിക്കുന്ന കളിപ്പാട്ടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് കളികളിലേക്കോ ഒക്കെ ശ്രദ്ധ തിരിച്ചുവിടണം. അല്ലെങ്കിൽ കുട്ടികളുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി, അതായത് ഡാൻസ്, പാട്ട് അല്ലെങ്കിൽ പെയിൻറ്റിങ്, മറ്റ് സ്പോർട്സുകൾ ഇവയൊക്കെ കുട്ടികളുടെ താല്പര്യം കണക്കിലെടുത്ത് അവയിലേക്ക് തിരിച്ചുവിടുന്നത് നന്നായിരിക്കും. അതുപോലെ സമപ്രായക്കാരുമായും മറ്റുള്ളവരുമായി ഇടപെടാൻ കുട്ടികളെ പ്രാപ്തരാക്കാനും ഇത് സഹായിക്കും. ഒരുമിച്ച് വായിക്കുക, കുട്ടികളോടൊപ്പം കളിക്കുക, കുടുംബം ഒന്നിച്ചുള്ള സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക തുടങ്ങി സോഷ്യലൈസിംഗ് പരമാവധി ഉറപ്പുവരുത്തുന്നതിലൂടെ ഓരോ സാഹചര്യത്തിലും ഏത് രീതിയിൽ ഇടപെടണമെന്ന് കുട്ടികൾ പഠിക്കും. കുട്ടികളുടെ ഒരു ദിവസം എങ്ങനെ ആയിരിക്കണമെന്ന ബോധ്യം അവരിൽ വളർത്താൻ ഒരു ചിട്ട ഉണ്ടാക്കുന്നതും നല്ലതാണ്. അതായത് കടുത്ത അച്ചടക്കമോ അല്ലെങ്കിൽ ശിക്ഷണ രീതിയോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ നീളുന്ന സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്. അതായത് ഉറങ്ങുന്നതിനും എഴുന്നേൽക്കുന്നതിനും പഠനത്തിനും മൊബൈൽ ഉപയോഗിക്കുന്നതിനും ഒക്കെ ഒരു ചെറിയ സമയനിഷ്ഠ കൊണ്ടുവരുന്നത് നന്നായിരിക്കും.
ഒരാഴ്ച കുട്ടികളെ ഇങ്ങനെ ശീലിപ്പിക്കുമ്പോൾ ഒരു 8ാമത്തെ ദിവസം തൊട്ട് അവരിത് അവരുടെ റൊട്ടീനായി മാറും. ഈ സമയം ചിട്ട കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം ചെയ്യണമെന്നൊരു ബോധ്യം കൂടിയാണ് കുട്ടികൾക്കുണ്ടാവുന്നത്. അതായത് പഠിക്കുന്ന സ്ഥലം പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും കിടക്കുന്ന സ്ഥലം ഉറങ്ങുന്നതിന് വേണ്ടി മാത്രമുള്ളതുമാണ് എന്നുള്ളൊരു ബോധ്യം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും മാതാപിതാക്കൾ ചെയ്യുന്നതാണ് കൂടുതലായിട്ടും കുട്ടികൾ അനുകരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളോട് ഫോൺ നോക്കരുത് എന്ന് പറഞ്ഞിട്ട് പേരൻസ് മണിക്കൂറുകളോളം ഫോൺ നോക്കിയിരിക്കുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് തന്നെ സ്ക്രീൻ ടൈം നിയന്ത്രിക്കുന്നത് പേരൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് വേണ്ട രീതിയിൽ പേരൻസ് അവൈലബിൾ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പേരൻസിനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യം തോന്നും. ഒരുമിച്ചുള്ള സമയങ്ങളിൽ പരസ്പരം നന്നായിട്ട് ഇടപെടാം, കളിക്കാം, പാട്ടുപാടാം, ചെറിയ ചെറിയ വഴക്കുകൾ രമ്യമായ രീതിയിൽ പരിഹരിക്കാം. ഇതൊക്കെ കുട്ടികൾ കണ്ടുപഠിക്കും. അതുപോലെ കുട്ടികൾക്ക് അനുവദിക്കപ്പെട്ട സ്ക്രീൻ ടൈമിൽ അവർ കാണുന്നത് അവർക്ക് ദോഷം ചെയ്യാത്ത കണ്ടന്റുകളാണെന്ന് കൂടി പേരൻസ് ഉറപ്പുവരുത്തേണ്ടതാണ്. കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, പ്രത്യേകിച്ച് കളികൾ. അതായത് ഔട്ട്ഡോർ ഗെയിംസ് കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ശാരീരികവും മാനസികവുമായ വികാസത്തിന് ഗുണം ചെയ്യും. ഇത് കുട്ടികളിലെ പാഠ്യേതര കഴിവുകളെ വളർത്താനും ഓവറോൾ ഡെവലപ്മെൻറ്റിനുമൊക്കെ സഹായിക്കും. മൊബൈൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. ടെക്നോളജി ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ടെക്നോളജി ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാണ് പേരൻസ് എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ സ്ക്രീൻ അഡിക്ഷൻ കുറയാനുള്ള മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടും രക്ഷയൊന്നും ഉണ്ടാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് തേടുന്നത് നന്നായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.